ഇഷ്യൂസും കാര്യങ്ങളുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ. എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് മാറത്തേ ഉള്ളൂ. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ശത്രുക്കളാവും ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് പ്രവീണിൻ്റെ ഫാമിലി നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതൊക്കെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്താഗതി വേണ്ട. ഇപ്പം ഇത്രയും ചിന്തിച്ചാൽ മതി. ഭാര്യ വീട്ടിലായിട്ട് ഇനിയുള്ള കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവരിപ്പുറത്ത് പുതിയ ചാനലും സെറ്റ് ചെയ്ത് അതിൻ്റെ എന്താ പറയണ്ടേ ഇങ്ങനെ അത് ഗ്രോത്ത് ആക്കിക്കൊണ്ടേ ഇരിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസത്തിലുള്ള ഒരു 1 മില്യനൊക്കെ ആവും അവരിങ്ങോട്ട് വരാൻ നേരത്ത്. അപ്പം എന്താ പറയണ്ട ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ. അപ്പം വന്നു കഴിയുമ്പോൾ അവർ എക്സ്പ്ലനേഷൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളാരായി മണ്ടരായി. എന്തായാലും കൊച്ചും പ്രണവും ഒന്നിച്ചപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പിന്നെ സബ് അടിക്കുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ പോയി സബ് അടിക്കുകയും ചെയ്യും, കമൻറ്റ് അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിങ്ക് ചെയ്യും. ആദ്യം നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാൻ പഠി. ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് അടകളെ പോലെയില്ല സീരിയലും കണ്ട് ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ആ ഒരു ചിന്താഗതിയായിട്ട് ഇനി യൂട്യൂബിനെ കൊണ്ടുവരരുത്. ഫാമിലി വ്ളോഗ്സ് കാണുന്നവരോടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. നീ ആരടാ വന്ന് ഉപദേശിക്കാൻ ചോദിക്കുന്നവരോട് ഞാൻ ആരുമല്ല. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ചിട്ട് പോക്കോ. ബൈ, ലവ് യു ഓൾ.